ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് അടിപൊളി മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പീസാണ്. ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും വളരെ ഈസിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ വീണ്ടും കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിത് കുറച്ച് മുമ്പത്തെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പം ഈ ഒരു സ്വീറ്റും ഡെസേർട്ടും ഉണ്ടാക്കുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക. നാരുള്ള മാങ്ങ ഒന്നും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നല്ല ഈസിയാണ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങ വെച്ചിട്ടുള്ള നല്ല സ്വീറ്റ് റെഡിയാക്കി എടുക്കാം. മാംഗോ പേടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കപ്പ് മാംഗോ പ്യൂരി എടുത്തിട്ടുണ്ട്. അതായത് ഒരു 2 മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബ്ലെൻഡറിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ചിലപ്പം ഒരു മാങ്ങ, വലിയ മാങ്ങ ഒക്കെ എടുത്താൽ മതിയാവും. പക്ഷേ നമ്മൾ എന്തെടുക്കുകയാണെങ്കിലും 1 കപ്പ് മാംഗോ പ്യൂരി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങയുടെ അളവ് ഇതിൽ പറയുന്നില്ല. പിന്നെ പഞ്ചസാര ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം. അതുപോലെ അതൊരു ഒന്ന് തിക്കായിട്ട് വരണം. ഒരുപാട് കട്ടിയൊന്നും ആവണ്ട, എന്നാലും കുറച്ചൊന്ന് തിക്കായിക്കോട്ടെ. പിന്നെ ഈ ഒരു സ്വീറ്റ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലോട്ട് എക്സ്ട്രാ ഫുഡ് കളർ ചേർക്കുന്നില്ല. ഞാനതിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2 പിഞ്ചൊക്കെ ചേർത്താൽ മതി. അതുകൊണ്ട് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമൊന്നും വരില്ല, നല്ലൊരു മഞ്ഞ കളർ കിട്ടും ചെയ്യും. പിന്നെ ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മാങ്ങ നല്ല മഞ്ഞ കളർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അഥവാ ഇനി ഒട്ടും കളറില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക ഈ ഒരു സ്റ്റേജിൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഈ പേടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഏലക്കാപ്പൊടി നല്ല ടേസ്റ്റാണ്. അതും ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിലുള്ള ആ ഒരു മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. മാങ്ങ എടുക്കുന്നതും പഞ്ചസാര എടുക്കുന്നതും അതുപോലെ തന്നെ ഇനി ഇതിലോട്ട് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കുക കേട്ടോ. നമ്മളെന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ വളരെയധികം കുറച്ച് വെച്ച ശേഷമാണ് ഇതിലോട്ട് പാൽപ്പൊടി ചേർക്കുന്നത്. 1.25 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. 250 ml ഒരു കപ്പിലാണ് ഞാൻ 1 കപ്പ് മെഷർമെൻറ്റ് പറയുന്നത് കേട്ടോ. അങ്ങനെ 1.25 കപ്പാണ് എടുത്തിട്ടുള്ളൊരു പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ. പാൽപ്പൊടി ഇട്ടപാട് നമ്മൾ വിചാരിക്കും അതിൽ കുറച്ച് വെള്ളം വേണ്ടി വരും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യ് ചേർക്കാനുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും നെയ്യ് ചേർക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ. അപ്പം ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ അത് നല്ലോണം സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഒരു മാവ് പരുവത്തിലായി കിട്ടണത് ആദ്യം. അപ്പം കുറച്ച് നേരം ഒരു 2-3 മിനിറ്റൊക്കെ നമ്മളിത് ഇതുപോലെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മാവ് പരുവത കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല മാവ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന മാങ്ങ കുറച്ച് കൂടുതലും പിന്നെ നമ്മൾ പാൽപ്പൊടി കുറച്ച് കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കുറച്ച് ഈ ഒരു സ്വീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബോളാക്കി നോക്കുക. അപ്പോൾ ബോളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പരുവം റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഒരുപാട് നേരമൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കുറച്ച് നെയ്യ് തടവിയിട്ടുള്ള പ്ലേറ്റിലോട്ട് വേണം മാറ്റാൻ. നമ്മളിപ്പോൾ തന്നെ ഇത് റോൾ ചെയ്തെടുക്കുന്നില്ല, കാരണം നല്ല ചൂടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. പിന്നെ പറ്റ ചൂടാറാനും നിൽക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കട്ടിയായി പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നെയ്യ് തടവിയ പ്ലേറ്റിൽ വെച്ചിട്ട്
എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവും കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പരുവാകുമ്പോൾ വേഗം ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോളാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ബോളാക്കിയ ശേഷം നടുവിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നടുവിൽ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പിസ്റ്റാച്ചോസോ വെച്ച് കൊടുക്കാം, ഒരു ഭംഗിക്കായിട്ട് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര സോഫ്റ്റാവും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഭയങ്കര സോഫ്റ്റാവും. ഇത് 2-3 മണിക്കൂറൊക്കെ നമ്മൾ പുറത്ത് വെക്കുക കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. പുറത്ത് വെച്ചാൽ ഒന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടും. ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സംഭവമല്ല, എന്നാൽ ഭയങ്കര സോഫ്റ്റും അല്ല കേട്ടോ. അതിന് നടുക്കുള്ള നമുക്ക് കഴിക്കാൻ പാകത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നടുവിൽ ഞാൻ കുറച്ച് പിസ്റ്റാച്ചോസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്വീറ്റാണ് പേട. അപ്പോൾ മാംഗോയുടെ ഫ്ലേവറുള്ള ഒരു പേടയാണിത്. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ നാരുള്ള മാങ്ങ കൊണ്ടൊന്നും ഇങ്ങനത്തെ പേട അല്ലെങ്കിൽ ഡെസേർട്ട് ഒന്നും ഉണ്ടാക്കരുത്. നല്ല ടേസ്റ്റുള്ള മാങ്ങ കൊണ്ട് മാത്രം ഉണ്ടാക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പേട ഇതുപോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. നമുക്കൊരു 5-6 ദിവസമൊക്കെ നമുക്കിത് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാംഗോ പേട എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പുഡിംഗ് ആണ്. മാങ്ങയും അതുപോലെ ബ്രെഡും വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്, സൂപ്പർ ടേസ്റ്റാട്ടോ, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് 250 ml ആണ്. അപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാൽ ഇതുപോലെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നാൽ മതി, തിളയ്ക്കേണ്ട കേട്ടോ. പുഡിങ്ങൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പം പാൽ ഒരുപാട് തിളച്ച് മറിയാൻ പാടില്ല. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് മാംഗോ പ്യൂരി, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നല്ലോണം ബ്ലെൻഡറിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മാംഗോ പ്യൂരി ഇതുപോലെ നമ്മൾ തണുപ്പുള്ളതായിരിക്കുമല്ലോ, ചൂടുള്ളതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട കുത്തിയ പോലെ ഉണ്ടാകും. പക്ഷെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് അലിഞ്ഞു പോകും അതിൽ. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ പെട്ടെന്ന് അത് മെൽട്ടായി പോവും. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഈ ചൂടുള്ള ഈ പാല് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഈ ബ്ലെൻഡറിലോട്ട് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല പരുവത്തിൽ കിട്ടും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു മിക്സിൽ നിന്ന് ഞാനൊരു 3-4 കയ്യിലെടുത്തിട്ട് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ഈ ഒരു ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് വേണം നമുക്കത് ലെയർ ചെയ്ത് കൊടുക്കാൻ. അത്ര മാത്രം മാറ്റിയാൽ മതി കേട്ടോ, ഒരുപാടൊന്നും മാറ്റണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു മാംഗോ മിൽക്ക് ഷേക്കിൻ്റെ ഒരു തിക്നെസ്സാണ്. ഇനി അതിലോട്ട് നമുക്ക് ഒന്നുകൂടെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 കപ്പ് വെള്ളത്തിലോട്ട് ഒരു 2 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് പാലെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചൂടാക്കുന്ന ആ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ 1/4 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയൊന്നും വേണ്ട. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ കസ്റ്റർഡ് പൗഡർ ആയിട്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഭയങ്കര കട്ടിയായി പോകും. നമുക്ക് ഈ ഒരു പുഡിങ് അങ്ങനെ കട്ടിയിലല്ല വേണ്ടത്, ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെയാണ് തോന്നേണ്ടത്, ആ ഒരു ടേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവൊക്കെ മതി കേട്ടോ. വല്ലാണ്ട് കട്ടിയാവാൻ പാടില്ല നമ്മുടെ മിക്സ്, എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ല കേട്ടോ. ഈ ഒരു കട്ടി മതിയേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും ബ്രെഡിൻ്റെ അളവ് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നോക്കുക കേട്ടോ.
അപ്പം ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് ഷേക്കിൻ്റെ ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വേണം ലെയർ ചെയ്ത് കൊടുക്കാൻ. ബ്രെഡ് നേരെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും വരില്ല. ആ മാംഗോ ഫ്ലേവറൊക്കെ വരണമെങ്കിൽ ഇത് അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ബ്രെഡ് നമ്മൾ ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണ്ടി വരും ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കാൻ. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ എടുക്കുന്ന ആ ഒരു പാത്രത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബ്രെഡ് ലെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. മേലക്ക് ഒരുപാടൊന്നും വെക്കേണ്ട, ഇങ്ങനെ ഒരൊറ്റ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക, മാംഗോ കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ ഒരു പരുവം കണ്ടോ, വല്ലാണ്ട് ലൂസല്ല എന്നാൽ ഭയങ്കര കട്ടിയുമില്ല കേട്ടോ. ആ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. നമുക്ക് ആ ഒരു പരുവാണ് വേണ്ടത്. പിന്നെ ഭയങ്കര കട്ടിയിൽ നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കാണാനൊക്കെ ഭംഗിയുണ്ടാവും, പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ ഞാനൊരു ലെയറായിട്ട് ഈ കസ്റ്റർഡ് മിക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും മാങ്ങ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പുഡിങ് 2 ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു ലെയർ കഴിഞ്ഞു, രണ്ടാമത്തെ ലെയർ വീണ്ടും നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ആ ഒരു മിക്സിൽ മുക്കിയ ശേഷം ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഈ കസ്റ്റർഡ് മിക്സ് ആണെങ്കിലും നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ്, കാരണം നമ്മൾ ഇതിലോട്ട് കസ്റ്റർഡ് ആണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ ശരിക്കും മാംഗോ ഐസ്ക്രീമും ബ്രെഡും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി വീണ്ടും ഞാൻ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്റ്റാച്ചോസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട. ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാകത്തിൽ കിട്ടും. എന്നിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു മാംഗോ ഐസ്ക്രീമും ബ്രെഡും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് പറയാനറിയില്ല അതിൻ്റെ ഒരു ഫ്ലേവർ എങ്ങനെയാണെന്നുള്ള അടിപൊളി ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഡെസേർട്ടാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരുള്ള മാങ്ങ കൊണ്ടൊന്നും ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ തന്നെ യൂസ് ചെയ്യുക ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. ഈ കസ്റ്റർഡ് മിക്സ് ഭയങ്കര കട്ടിയായാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഈ ഒരു പരുവാണ് വേണ്ടത്. ശരിക്കും മാംഗോ ഐസ്ക്രീമിൻ്റെ ആ സെയിം ടേസ്റ്റ് തന്നെ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഡെസേർട്ട്. അപ്പം ബ്രെഡും അതുപോലെ കസ്റ്റർഡും മാങ്ങയും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കും, നിർത്താനേ തോന്നില്ല. ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മാംഗോ പേടയും അതുപോലെ മാംഗോ പുഡിങ്ങും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കട്ടോ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.